ഹായ്, ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള വീഡിയോ ഒന്നും വ്യത്യസ്തമായിട്ട് ഗ്രാമറിൻ്റെ റൂളുകളൊക്കെ പറയാതെ നമുക്ക് ദിവസം ഉപയോഗിക്കേണ്ടി വരുന്ന ദിനചര്യകളെ കുറിച്ചിട്ടുള്ള ഡെയിലി റൊട്ടീൻസിനെ കുറിച്ചുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ഡെയിലി റൊട്ടീൻസ്? എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞ് ഫലിപ്പിക്കാം എന്നുള്ളത് എല്ലാവർക്കും അറിയില്ല. അറിയാത്തവർക്കായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതാണ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലത്. മെമ്മറി ബൂസ്റ്റ് ചെയ്യാനൊക്കെ നല്ല സമയം രാവിലെയാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതായിരിക്കും അഭികാമ്യം. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുക എന്നതാണ് നമ്മുടെ വിഷയം. എഴുന്നേൽക്കുക എന്നുള്ളതിന് നമ്മൾ വേക്കപ്പ്, WAKE വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. അപ്പം നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കുന്നു. എന്നും നമ്മൾ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു. വി വേക്കപ്പ് അറ്റ് 4 o'clock എവ്രി മോർണിംഗ്. എവ്രി മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്നും രാവിലെ. എവ്രി ഡേ മോർണിംഗ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. വി വേക്കപ്പ് അറ്റ് 4 o'clock എവ്രി മോർണിംഗ്. എന്നും രാവിലെ നമ്മൾ 4 മണിക്ക് എഴുന്നേൽക്കുന്നു. ഇനി ഇതിനെ നിങ്ങൾക്ക് ചുരുക്കി പറയാം. വി വേക്കപ്പ് അറ്റ് 4 എവ്രി മോർണിംഗ്. അപ്പോൾ ആ അറ്റ് 4 മോർണിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ 4 മണിക്കാണെന്ന് വ്യക്തമാണ്. ക്ലോക്ക് എന്ന് പറയാതെ നമുക്ക് അർത്ഥത്തെ ഫലിപ്പിക്കാൻ കഴിയും. അപ്പോൾ വി വേക്കപ്പ് അറ്റ് 4 എവ്രി മോർണിംഗ്. വി വേക്കപ്പ് അറ്റ് 4 o'clock എവ്രി മോർണിംഗ്. 2 രീതിയിലും പറയാം. 4 എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവണം, അത് 4 o'clock ആണെന്ന്. അപ്പം നമ്മളൊരു സെൻറ്റൻസ് പഠിച്ചു. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെന്താ ചെയ്യാറ്? മിക്കവാറും എല്ലാവരും ബ്രഷ് ചെയ്യാണ്. പല്ല് ബ്രഷ് ചെയ്ത് തേച്ചിക്കാറാണ് പതിവ്. അതിനെന്താ പറയുക? ബ്രഷ്. വി ബ്രഷ് അവർ ടീത്ത്. വി ആർ ബ്രഷിങ് അവർ ടീത്ത് എന്നല്ല നമ്മൾ പറയുക. ഇതൊരു ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വി ബ്രഷ് അവർ ടീത്ത്. നമ്മൾ പല്ല് തേക്കുന്നു. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെന്താ? നമ്മൾ കക്കൂസ് പോവുക, ടോയ്ലറ്റിൽ പോവുക, ഇതൊക്കെയാണ് പതിവ്. അപ്പോൾ ഈ ടോയ്ലറ്റിൽ പോകുന്നതിന് ബ്രിട്ടീഷ് ഇംഗ്ലീഷും US ഇംഗ്ലീഷും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അവർ പറയുന്നത് ടോയ്ലറ്റ് എന്ന് തന്നെയാണ്. വേറെ ഉപയോഗം ഉണ്ടെങ്കിലും അവർ പറയുന്നത് ടോയ്ലറ്റ് എന്ന് തന്നെയാണ്. നമുക്ക് പറയണമെങ്കിൽ വേറെ പറയാം. അവർ പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്. ഐ നീഡ് ടു പ്യൂപ്പ് എന്ന് പറയും. എനിക്ക് കക്കൂസിൽ പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് അവർ ഉപയോഗിക്കാറില്ല. അവർ പറയുന്ന ഐ നീഡ് ടു ഗോ ടു ടോയ്ലറ്റ്. എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്നാൽ ഇത് തന്നെയാണ് കാര്യം. ഐ ഹാവ് ടു ഗോ ടു ടോയ്ലറ്റ്. എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് നമ്മൾ പറയുന്ന കക്കൂസിൽ പോകണം എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിലും അവർ പ്യൂപ്പ് എന്ന് ഒരു വാക്കുണ്ട്, അത് ഉപയോഗിക്കാറില്ല ഈ കാര്യത്തിന്. അപ്പോൾ നമുക്കും അവരെ തന്നെ പിന്തുടരാം. അപ്പം നമ്മൾ ഐ നീഡ് ടു ഗോ ടു ദ ടോയ്ലറ്റ്. ആഫ്റ്റർ ബ്രഷിങ് മൈ ടീത്ത് ഐ നീഡ് ടു ഗോ ടു ദ ടോയ്ലറ്റ്. അല്ലെങ്കിൽ ആഫ്റ്റർ ബ്രഷിങ് മൈ ടീത്ത് ഐ ഗോ ടു ദ ടോയ്ലറ്റ്. ആഫ്റ്റർ ബ്രഷിങ് അവർ ടീത്ത്, ഞങ്ങളുടെ പല്ല് തേക്കൽ കഴിഞ്ഞിട്ട് വി ഗോ ടു ദ ടോയ്ലറ്റ്. അപ്പം നമ്മൾ എഴുന്നേറ്റു, വേക്കപ്പായി, ബ്രഷ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ടോയ്ലറ്റിൽ പോയി. ഇനി നമ്മൾ മിക്കവാറും എല്ലാവരും കുളിക്കുകയാണ് പതിവ്. കുളിക്കുക എന്നുള്ളതിന് ടേക്ക് ഷവർ എന്ന് പറയാം, അല്ലെങ്കിൽ ഹാവ് ഷവർ എന്ന് രണ്ടും പറയാം. ടേക്ക് ഷവർ എന്നുള്ളതാണ് US ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഐ ടേക്ക് ഷവർ നൗ. ഞാനിപ്പോൾ കുളിക്കുന്നു. ഐ ആം ഗോയിങ് ടു ടേക്ക് ഷവർ. ഇതൊക്കെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസമുള്ളൂ. അത് കണ്ടിന്യൂസ് ആയി. വി ടേക്ക് ഷവർ. ഇനി നമുക്ക് കുളിക്കണം എന്നാണ് പറയേണ്ടതെങ്കിലോ വി ഹാവ് ടു ടേക്ക് ഷവർ. ഇനി ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അവർ പറയുന്നത് ഹാവ് ഷവർ എന്നാണ്. കുളിക്കുക, ഹാവ് ഷവർ. ജെന്നിഫർ ലവ്സ് ഹാവിങ് കോൾഡ് ഷവർ ആഫ്റ്റർ വർക്കിംഗ് ഔട്ട്. ജെന്നിഫർ വ്യായാമമൊക്കെ കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കാനാണ് ജെന്നിഫറിന് ഇഷ്ടം. അവരുപയോഗിക്കുന്നത് എന്താണ്? ഹാവിങ് എന്നാണ്. ഹാവ് ഷവർ എന്നാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞു. എഴുന്നേൽക്കുക, അതിനുശേഷം ബ്രഷ് ചെയ്യുക, അതിനുശേഷം കക്കൂസ് പോവുക, പിന്നെ കുളിക്കുക. ഇത് കഴിഞ്ഞിട്ട് കുട്ടികളാണെങ്കിൽ അവർ സ്കൂളിൽ പോകും. ദെൻ ചിൽഡ്രൻ ഗോ ടു ദ സ്കൂൾ. അതിനുശേഷം ചിൽഡ്രൻ ഗോ ടു ദ സ്കൂൾ. സ്കൂളിലേക്ക് കുട്ടികൾ പോകും. ഇനി ഓഫീസിൽ പോകേണ്ടവരോ ഓഫീസിൽ പോകും. അപ്പോൾ ഈ കുട്ടികൾ പോകുന്നതിന് ബസ്സിനാണ് അവർ സ്കൂളിൽ പോകുന്നതെങ്കിൽ വി ഗോ ടു സ്കൂൾ
ബൈ ബസ്. ബസ്സിനാണ് പോകുന്നത്, ബൈ ബസ് എന്നാണ് പറയേണ്ടത്. വി ഗോ ടു സ്കൂൾ ബൈ ബസ്. ഇനി അവർ പാക്ക്, ലഞ്ച് ഇതെല്ലാം കൊണ്ടുപോകാറുണ്ട്, എല്ലാം കൊണ്ടുപോയിട്ട് വരാറുണ്ട്. ചിലപ്പോൾ ബസ്സിനല്ലാതെ അവർ പോകാറുണ്ട്, ചിലപ്പോൾ നടന്നിട്ടാണ് പോകാറുള്ളത്. ദേ വാക്ക് ടു സ്കൂൾ എന്ന് പറയാം. ദേ വെൻ ടു സ്കൂൾ ഓൺ ഫുട്ട് എന്നും പറയാം. അവർ നടന്നാണ് സ്കൂളിൽ പോയത്. ദേ വെൻ ടു സ്കൂൾ, അത് പാസ്റ്റ് ടെൻസാണ്, പാസ്റ്റ് സിമ്പിളാണ്. ദേ വെൻ ടു സ്കൂൾ ഓൺ ഫുട്ട് എന്ന് പറഞ്ഞാൽ അവർ നടന്നിട്ട് സ്കൂളിൽ പോയി. ഇനി നമ്മൾക്ക് ദൈനംദിനമായിട്ട് ഒട്ടനവധി സെൻറ്റൻസുകൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളുടെ ചുവട് പിടിച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിൽ നമ്മൾക്ക് ബസ്സൊക്കെ ചിലപ്പോൾ മിസ്സാവും, അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ ജാമായി പോവുകയൊക്കെ ചെയ്യും, കുടുങ്ങി പോവും, അല്ല റെയിൽവേ ഗേറ്റോ മറ്റ് ട്രാഫിക് ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് പറയുക? ഐ കോട്ടപ്പ് ഇൻ ട്രാഫിക്. ഐ കോട്ടപ്പ് ഇൻ ട്രാഫിക്. സ്റ്റക്ക് ഇൻ ട്രാഫിക് എന്നും പറയാം. ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്, സോ ഐ വിൽ ബി ലേറ്റ് ടു ഓഫീസ്. ഞാൻ ട്രാഫിക് ജാമിൽ കുടുങ്ങി, അതുകൊണ്ട് ഓഫീസിലെത്താൻ നേരം വൈകും. എനിക്ക് 10 മണിക്ക് ഓഫീസിലെത്തണം എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ നീഡ് ടു റീച്ച് ഓഫീസ് അറ്റ് 10 o'clock. ഐ നീഡ് ടു റീച്ച് ഓഫീസ് അറ്റ് 10 o'clock. 10 മണിക്ക്. 10 മണിയോടെ എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ നീഡ് ടു റീച്ച് ഓഫീസ് ബൈ 10 o'clock. ബൈ 10 o'clock എന്ന് പറയുമ്പോൾ 10 മണി ആകുമ്പോഴേക്കും, 10 മണിയോടെ ഐ നീഡ് ടു റീച്ച് ഓഫീസ്. ഇനിയും ഈ പറഞ്ഞ സെൻറ്റൻസുകളുടെ ചുവട് പിടിച്ച് നമ്മൾ ഒരുപാട് എക്സർസൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി വളരെയധികം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ സെൻറ്റൻസുകൾ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.